السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. قال رسول الله صلى الله عليه وسلم: بحسب امرئ من الشر أن يحقر أخاه المسلم. كل المسلم على المسلم حرام دمه وماله وعرضه. صدق رسول الله صلى الله عليه وسلم. സ്നേഹമുള്ള സഹോദരന്മാരെ, തിരുമൊഴി മുത്തുകളുടെ 7ാം ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള തിരുവചനമാണ് ഓതിക്കേൾപ്പിച്ചത്. മനുഷ്യന്റെ മനസ്സുകൾ മലീമസമായി തീരുന്ന, സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവും ഒരു കടങ്കഥയായി തീരുന്ന ഈ കാലഘട്ടത്തിൽ സാഹോദര്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, അതിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന നിരവധി അനവധി ഹദീസുകളിൽ ഒന്നാണിത്. അവിടുന്ന് പറയുന്നു: ബിഹസ്ബി ഇംരിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. ഒരാളുടെ നാശത്തിന് പര്യാപ്തമായ ഒന്നാണ് തന്റെ സഹോദരനെ നിന്ദിക്കുക എന്നുള്ളത്. മുസ്ലിമായ തന്റെ സഹോദരനെ നിന്ദിക്കുക എന്നുള്ളത് ഒരാളുടെ നാശത്തിന് മതിയായ കാര്യമാണ്. വേറെ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഒരാൾ വ്യഭിചരിക്കുന്നില്ല, കള്ളുകുടിക്കുന്നില്ല, ദുഷ്കർമ്മങ്ങൾ ഏതുമില്ല. പക്ഷേ അയാൾക്കൊരു ദുസ്വഭാവമുള്ളത് തന്റെ സഹോദരനെ നിന്ദിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ആ ഒരൊറ്റ വിഷയം മാത്രം മതി നാളെ പാരത്രിക ലോകത്ത് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പതിക്കാനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അവിടുന്ന് തുടർന്ന് പറയുന്നു: കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർദുഹു. ഓരോ മുസൽമാന്റെ മേലിലും ഈ മുസ്ലിം ഉമ്മത്തിന്റെ രക്തവും അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവും ഹറാമാണ്, നിഷിദ്ധമാണ്. സഹോദരന്റെ രക്തം ചിന്താൻ പാടില്ല, അവന്റെ സമ്പത്ത് അധീനപ്പെടുത്താൻ പാടില്ല, അവന്റെ അഭിമാനം വ്രണപ്പെടുത്താനും പാടുള്ളതല്ല. ഇതൊരു മുസൽമാന് മറ്റൊരു മുസൽമാനുള്ള ഹക്കാണ്, ബാധ്യതയാണ്. തന്റെ സഹോദരനെ അവന്റെ അഭിമാനം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ, അത് പിച്ചി ചീന്തുന്ന വിധത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകാൻ പാടുള്ളതല്ല. സഹോദര്യത്തോടെയാണ് വർത്തിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഒരാൾ യഥാർത്ഥ മുഅ്മിനായി തീരുകയുള്ളൂ, പാരത്രിക ലോകത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ നാം എത്രമാത്രം നെഞ്ചിലേറ്റിയിട്ടുണ്ട് എന്ന് ആത്മാവിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട കാലമാണിത്. തന്റെ സഹോദരന്റെ അഭിമാനം പിച്ചിച്ചീന്താൻ നമുക്ക് യാതൊരു മടിയുമില്ല, അവനെ അപമാനിക്കാൻ നമുക്ക് യാതൊരു കൂസലുമില്ല, അവന്റെ നേരെ വാളോങ്ങാൻ, അവന്റെ നേരെ ആയുധമോങ്ങാൻ, അവന്റെ സമ്പത്ത് അധീനപ്പെടുത്താൻ ഒന്നിനും നമുക്ക് മടിയില്ലാത്ത കാലമാണിത്. സഹോദരങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ചു തന്ന സാഹോദര്യത്തിന്റെ പാഠങ്ങൾ വിസ്മരിക്കുന്നു. അങ്ങനെ ആഖിറം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മടങ്ങണം നാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്ക് മടങ്ങണം. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ സാഹോദര്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. പൂർവ്വസൂരികളായ മഹാത്മാവുകൾ ഈ ഭൗതിക ലോകത്തെ മാത്രമല്ല, പാരത്രിക ലോകത്തെ സുഖങ്ങൾ പോലും തന്റെ സഹോദരന് വേണ്ടി പങ്കുവയ്ക്കാൻ തയ്യാറായ ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഭൗതിക ലോകത്തെ സുഖങ്ങൾ മാത്രമല്ല, പാരത്രിക ലോകത്ത് ലഭിക്കുന്ന ഗുണങ്ങൾ പോലും തന്റെ സഹോദരൻ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സാണ് അവർക്കുണ്ടായിരുന്നത്. സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനവർകളും അലി റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം ഉപസംഹരിക്കാം. ഒരു ദിവസം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുകയാണ്. എതിരെ വരുന്നു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. സാധാരണയായി ഏതൊരു സഹാബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവിടത്തേക്ക് അങ്ങോട്ട് സലാം പറയലാണ് പതിവ്. അലി റളിയല്ലാഹു അൻഹു അത് തന്നെയാണ് പതിവ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അരികിലേക്ക് നടന്നു വരുന്ന അലി റളിയല്ലാഹു അൻഹു സലാം പറയാതെ കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമമായി സലാം അങ്ങോട്ട് പറയുന്നു അലി റളിയല്ലാഹു അൻഹുവിന്.
അലിയാർ തങ്ങൾ സലാം അടക്കുന്നു, നടന്നു പോകുന്നു. വല്ലാത്ത വേദന തോന്നുന്നു. എന്തുകൊണ്ടാണ് അലി എനിക്ക് സലാം പറയാഞ്ഞത്? എന്തപരാധമാണ് എന്നിൽ നിന്ന് വന്നുപോയത്? കഥനഭാരത്തോടുകൂടി, ചിന്താഭാരത്തോടുകൂടി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നടക്കുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിലേക്ക് യാത്രയാകുകയാണ്. അവിടെ പോയി സങ്കടം പറയുകയാണ്. ബഹുമാനപ്പെട്ട നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യുന്നു, എന്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിന് താങ്കൾ സലാം ചൊല്ലിയില്ല എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നലെ രാത്രി ഞാൻ സ്വപ്നത്തിൽ സ്വർഗം ദർശിച്ചു. ആ സ്വർഗത്തിൽ ഞാനൊരു മണിമാളിക കണ്ടു നബിയെ, സുന്ദരമായ മധുരമനോജ്ഞമായ ഒരു മണിമാളിക. ഞാൻ ചോദിച്ചു, ഇത് ആർക്കുള്ളതാ? ആരുടേതാണ് ഈ മാണിക്യ കൊട്ടാരം? ആർക്കുള്ളതാണിത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി, ആരാണോ ആദ്യം സലാം ചൊല്ലുന്നത്, അങ്ങനെ സലാം ചൊല്ലുന്നവർക്കുള്ളതാണ് ഈ മാണിക്യ കൊട്ടാരം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ആ മണിമാളിക അബൂബക്കറിന് ലഭിച്ചോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അബൂബക്കറിന് സലാം പറയാതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത്തരത്തിലുള്ള സഹോദര്യത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ അധ്യാപനം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ആത്മാവിലേക്ക് ആവാഹിച്ചുകൊണ്ട് സഹോദര്യത്തോടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാവുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ മനസ്സുകൊണ്ടോ സഹോദരനെ നിന്ദിക്കുന്ന, നിസാരപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മിൽ നിന്നുണ്ടാകാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.